മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ നിന്ന് മാങ്ങ, ചെറിയ മാങ്ങ 2 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ തന്നെ വീണു, താഴെ വീണില്ല. അത് താഴെ വീണു, ആരല്ല. നമ്മൾ ഫ്രഷായിട്ട് മരത്തിൽ നിന്ന് പറിച്ച മാങ്ങയാണ് നമുക്ക് പച്ചടി ഉണ്ടാക്കാം, മാങ്ങ പച്ചടി. ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല, ഏറ്റവും ചെറിയ പ്രായത്തിൽ നിന്ന്, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് കുറച്ചും കൂടി വലുതായിട്ടുണ്ട്, അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ ഈ മാങ്ങ ചെറുതായിരിക്കുമ്പോൾ നമ്മളത് കൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മളത് പെറുക്കിയിട്ട് ഉപ്പിട്ട് പച്ചമുളക് കീറിയിട്ട് വെക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. തൈര് സാദത്തിൻ്റെ കൂടെയും തൈര് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും, വെറുതെയും കഴിക്കാം. അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു പ്രായമാണിത്. ഇത് നമുക്ക് ഉപ്പിലിടാനോ അച്ചാറുണ്ടാക്കാനോ ഒക്കെ പറ്റും. കുറേ ദിവസത്തേക്ക് പറ്റില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കാം. ഇതാ നല്ല ഫ്രഷ്, അതിന് ശരിക്കും അതിൻ്റെ ചുണയോട് കൂടിയുള്ള ഫ്രഷ് മാങ്ങ നമ്മളിപ്പോൾ മരത്തിൽ നിന്ന് പറിച്ചതാണ്. നമുക്കത് വെച്ച് പച്ചടി ഉണ്ടാക്കാം. മാങ്ങ തൊലി കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ച് കഷ്ണങ്ങളാക്കി പാകത്തിനാക്കിയെടുക്കാം. മാങ്ങ കഴുകി മുറിച്ചപ്പോൾ ഒരു കഷ്ണം കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര പുളിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചേ വേണ്ടൂ പച്ചടി ഉണ്ടാക്കാനായിട്ട്, അധികം വേണ്ട. കുറച്ച് നാളികേരം, നല്ല പുളിയുള്ള കാരണം ഒരു മുളക് കൂടുതൽ തന്നെ എടുത്തു, 5 പച്ചമുളക്. ഇനി കുറച്ച് കടുക് വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ ബാക്കി മാങ്ങ ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ടാക്കാം. നമുക്ക് നാളികേരവും മാങ്ങയും വെച്ച് അരച്ചിട്ട് വരാം. നമ്മൾ മുറിച്ച് വെച്ച ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയിലേക്ക് മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നല്ല പുളിയുണ്ട്. മൂക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, മാങ്ങയ്ക്ക് നല്ല പുളിയാണ്. മൂത്ത് കഴിഞ്ഞാൽ ഈ മാങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൂവാണ്ട മാങ്ങ എല്ലാ കറികൾക്കും അച്ചാറിനും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അത്രേ വേണ്ടൂ. ഇൻസ്റ്റൻറ്റ് അച്ചാറായി. കുറച്ച് പച്ച വെളിച്ചെണ്ണ. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കായപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർക്കും, പിന്നെ കടുക് വറക്കും. അതൊന്നും വേണ്ട, അപ്പോഴേ ഉണ്ടാക്കി അപ്പോഴേ കഴിക്കാൻ പറ്റുന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ഇതൊന്ന് കുതിർന്ന് വരട്ടെ, നമുക്ക് അപ്പോഴത്തേനും താളിച്ചെടുക്കാം നമ്മുടെ പച്ചടി, മാങ്ങാ പച്ചടി കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, വറ്റൽമുളക്, കറിവേപ്പില, അരച്ച് വെച്ചിട്ടുള്ള കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. പുളിക്കനുസരിച്ച് പാകത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. ഉപ്പ് പാകാണെന്ന് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. മാങ്ങാ പച്ചടി റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിന് മുൻപ് നമ്മൾ നെല്ലിക്ക പച്ചടി, വെണ്ടയ്ക്ക പച്ചടി എല്ലാം ഉണ്ടാക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ മാങ്ങ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മാങ്ങ
ഇൻസ്റ്റൻ്റായിട്ട് അച്ചാർ. ഇതിൽ വെറും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കായം ഉലുവ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് കുറച്ച് അപ്പം ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാർ. ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് മീൻ വറുത്തതും മുരിങ്ങയില തോരനും മാങ്ങ പച്ചടിയും മാങ്ങ ഉപ്പിലിട്ടതുമാണ് നമുക്ക് സെർവ് ചെയ്യാം. കുത്തരി ചോറ്, ചൂട് ചോറ്, അതിൻ്റെ കൂടെ മാങ്ങാപ്പച്ചടി. മാങ്ങാപ്പച്ചടി സൈഡ് ഡിഷായിട്ടും നമുക്ക് കഴിക്കാം, കറിയായിട്ടും കഴിക്കാം. കറിയായിട്ട് ഒഴിക്കാം. മുരിങ്ങയില തോരൻ, ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ, പിന്നെ ചാള ഫ്രൈ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നിങ്ങൾക്ക് എൻ്റെ ചാനലും കുക്കിങ്ങും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ, ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കൂ. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. തുടർന്ന് നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.